പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതി. ആദ്യമുതലെന്നും നയിക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബ സഭയിലെ അകപ്പറമ്പിടവയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രം പറയുന്നു. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ദുഃഖവെള്ളിയാഴ്ച കുമ്പിടേണ്ട അല്ലെങ്കിൽ വന്ദിക്കേണ്ട കുരിശ് ഏതാണെന്ന്. ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനല്ല, പലരും അത് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മാത്രം. ശ്ലീബാവന്ദനവും നടത്തിയ കുരിശല്ലാതെ രണ്ട് പ്രദക്ഷിണത്തിനും, ഒരു പ്രദക്ഷിണം കഴിഞ്ഞാണ് ശ്ലീബാവന്ദനം കഴിഞ്ഞ് നമ്മൾ കുരിശ് കുത്തുന്നത്. രണ്ടാമത്തെ പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുന്നതും കബറടക്ക ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്നതും അടക്കം ചെയ്യുന്നതുമായ പിന്നീട് ഉയർക്കുവാനുള്ളതുമായ ആ കുരിശിനെ മാത്രമേ നമ്മൾ അന്ന് വന്ദിക്കാവൂ. ദുഃഖവെള്ളിയാഴ്ചത്തെ കാര്യം പറഞ്ഞു. ഇവരുള്ളവരെ വിശുദ്ധ സ്ലീബ അവർ അടയാളമാണ്, അത് സമ്മതിക്കുന്നു. പക്ഷെ അത് വരാനിരിക്കുന്നതിൻ്റെ ഒരു മുൻകുറിയല്ല. സ്ലീബായിൽ രക്ഷ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് സ്ലീബ അടയാളമാണ്, അത് വിജയക്കൊടിയാണ്. വേറെ ഒരു കൊടി പിടിച്ചാലും ചെയ്യണമെന്നില്ല. BJP-കാരുടെ, കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റിൻ്റെയോ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചതുകൊണ്ട് നമ്മൾ ജയിക്കണമെന്നില്ല. പക്ഷെ ശ്രീബായുടെ കൊടി പിടിച്ചാൽ ഉറപ്പ്, തീർച്ചയായിട്ടും നീ ജയിക്കും. അതാണ് വിജയക്കൊടി താൻ ശ്ലീബ, ഇത് നമ്മൾ പാടുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശ്ലീബ ഒരു പ്രതീകമാണ്. ഒരു പ്രതീകത്തിൽ കൂടി മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളിലൊക്കെ പ്രതീകമുണ്ട്. ദൈവം പരിമിതിയില്ലാത്തവരാണ്, പക്ഷെ നമുക്ക് പരിമിതിയുണ്ട്, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ പരിധി വിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൈവത്തിന് ആ പരിധിയില്ല. ഇപ്പം പരിധിയില്ലാത്തവരായ അല്ലെങ്കിൽ അപരിമിതനായ ദൈവത്തെ ആരാധിക്കാൻ പരിമിതനായ മനുഷ്യന് പ്രതീകം വേണം. ആ ഒരു പ്രതീകമാണ്, കർത്താവിൻ്റെ പ്രതീകം തന്നെയാണ് കുരിശായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഏത് പ്രാർത്ഥനയിലും കുരിശും മെഴുകുതിരി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ. അല്ലാതെ പ്രാർത്ഥന നമുക്കില്ല, ആരാധനയില്ല. ഇപ്പം ഇവിടെ ദുഃഖവെള്ളിയാഴ്ചയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുരിശിനെയാണ് നമ്മൾ വന്ദിക്കുന്നതും അതിനെ കുളിപ്പിക്കുന്നതും കബറടക്കുന്നതും ഉയർപ്പിക്കുന്നതും ആ കുരിശിന് മാത്രമാണ്. ഹേലരി രാജ്യം കർത്താവിൻ്റെ കുരിശ് കണ്ടെടുക്കാൻ പോയി. മകനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ വിജയം ആ കുരിശ് മുഖാന്തരമായതുകൊണ്ടാണ് പോയത്. ഹെലനി രാജ്ഞി എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ അമ്മ, അതായത് റോമാ സാമ്രാജ്യം അന്ന് AD 300, 303 ആ കാലഘട്ടത്തിലൊക്കെ മിക്ക രാജ്യങ്ങളും റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഓൾ ഇൻ ആൾ വേൾഡിൽ എന്ന് വേണ്ടി പറഞ്ഞാൽ തെറ്റില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ കുരിശുണ്ടെടുക്കാൻ പോയപ്പോൾ എത്രമാത്രം അംഗരക്ഷകർ അമ്മയുടെ കൂടെ ഉണ്ടാവും. കുതിരപ്പടയാളികളായിട്ടും മറ്റു പലതരത്തിലും ഈ രാജ്ഞിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പോയി. കാൽവരയിൽ ചെന്നു, ഗോകുൽത്തായിൽ ചെന്നു. അവിടെ അന്വേഷിച്ചപ്പോൾ ഞങ്ങളിലുണ്ടൊരു പ്രമുഖൻ, നീ അവനോടാരായ എന്നുള്ള പാട്ടൊക്കെ ഉണ്ട്, നമുക്കറിയാം. ഞങ്ങളിലൊരു പ്രമുഖരുണ്ട്, നീ അവനോട് ചോദിച്ചാൽ ചിലപ്പോൾ ഈ കർത്താവിൻ്റെ കുരിശ് എവിടെ എന്തോ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. അങ്ങനെ പാരമ്പര്യമായിട്ട് ഒരു മൂപ്പൻ ഞങ്ങളുടെ ഇടയിലുണ്ട്. സാധാരണ കുരിശിൽ തൂക്കിയവരെയൊന്നും ആരും സംരക്ഷിക്കാറില്ല, ആരും അതിനടക്കം ചെയ്യാൻ വരാറില്ല. കുറ്റവാളികളല്ലേ, അത് വലിച്ചെറിയും. ബെൻഹിന്നോ താഴ്വരയിലേക്കാണ് ഈ ശവം മുഴുവൻ വലിച്ചെറിയുന്നത്. തൊട്ടടുത്തുള്ള താഴ്വരയാണ്. അവിടെ കഴുകരും പട്ടിയും കുറുക്കനും ആരെങ്കിലൊക്കെ വന്ന് പറവകളൊക്കെ വന്നാൽ തിന്നുകളയുക. അങ്ങനെയാണ് പതിവ്.
എന്നാൽ കർത്താവിനെ ക്രൂശിച്ച കുരിശും കള്ളന്മാരെ കുരിശിച്ചു ആ കുരിശും എന്തോ ദൈവനിയോഗത്താലായിരിക്കാം അത് അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് കുഴിച്ചിട്ടു. അതിനോടാണ് പ്രമുഖനോട് ആരായാൻ അവിടെയുള്ള ആളുകൾ പറഞ്ഞത്. രാജ്യമല്ലേ വന്നേക്കണേ, പറയാതിരിക്കാൻ പറ്റില്ല. ആ പ്രമുഖന് പാരമ്പര്യമായിട്ട് അവൻ്റെ കാരണവന്മാർ വഴി പറഞ്ഞ് ഈ കുരിശ് എവിടെയാണെന്ന് അവനറിയാം. രാജ്ഞി എന്നപ്പം അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞു. അത് കുഴിച്ചു നോക്കിയപ്പോഴും 3 കുരിശുള്ളൂ. അത് ശരിയാണ്, 3 കുരിശ് ഒരുപോലെയാണ്, ഒരു മാറ്റമില്ല. യഹൂദന്മാരുടെയും റോമാ പടയാളികളുടെയും ദൃഷ്ടിയിൽ 3 പേര് കുറ്റവാളികളാണ്. കർത്താവ് കുറ്റവാളിയാണ്, അവിടെ ദൈവമായിട്ട് ഒരാളാണല്ലോ. ഒരേപോലുള്ള 3 കുരിശ് ഏതാണെന്ന് അറിയാൻ പാടില്ല, കർത്താവിൻ്റെ കുരിശ് ഏതെന്ന് അറിയാൻ പാടില്ല. എന്നാ ഹെലനി രാജ്ഞിക്ക് അതിലൊരു കുരിശ് എടുത്തുകൊണ്ട് വന്നാൽ മതി. പക്ഷേ അതുപോരാ, കർത്താവിൻ്റെ കുരിശ് കിട്ടണം. അപ്പോഴാണ് ദൈവനിയോഗത്താലായിരിക്കാം അതിലൊരു പ്രദേശരീരം അടക്കം ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അവനെ വിളിച്ചു. രാജ്ഞിയെ വിളിക്കണ, വരാണ്ടിരിക്കാനും പറ്റൊന്നുമില്ല. ഞങ്ങളിത് അടക്കം ചെയ്യട്ടെ എന്നിട്ട് വരാൻ പറ്റും പറഞ്ഞാൽ നടക്കൂല. കൊണ്ടുവന്നു. ആ കുരിശ് 3 കുരിശിൽ തൊട്ടു. കർത്താവിൻ്റെ കുരിശിൽ തൊട്ടപ്പോൾ ആ മൃതദേഹം ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ രാജ്ഞിക്ക് മനസ്സിലായി ഇതാണ് കർത്താവിൻ്റെ കുരിശ്. ഉടനെ തന്നെ മഹാസാമ്രാജ്യത്തിൻ്റെ അധിപതിയുടെ മാതാവായ ഹെലനി രാജ്ഞി അതിനെ കുമ്പിട്ടു എന്ന് പറയുന്നത്, നിലത്ത് കുമ്പിട്ടുകള്. ആ ഒരു സാദൃശ്യം കൂടി നമ്മുടെ ശ്ലീഭാവനില കുമ്പിടലിലുണ്ട്. നമ്മുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന് കുരിശിന് നമ്മൾ കുമ്പിടുന്നു. അത് പറഞ്ഞാൽ കുമ്പിടുന്നത് രാജ്ഞി കുമ്പിട്ടതുകൊണ്ടല്ല, രാജ്ഞി കുമ്പിട്ടു എന്നും കൂടി ഞാൻ പറയണം. അപ്പോൾ അവിടെ രാജ്ഞിക്ക് ഏതെങ്കിലും ഒരു കുരിശ് എടുത്ത് കുമ്പിട്ടാൽ പോരാ. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, കഥയെല്ലാം ഉണ്ടായ സംഭവമാണെന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു രാജാവ്, ഞാൻ രാജാവിൻ്റെ പേരോ സ്ഥലമൊന്നും ഓർക്കണില്ല, വലിയ ഭക്തനായി ജീവിച്ചു. രാജാവല്ല ഭക്തൻ. രാജാവ് ഭക്തനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ തോൽപ്പിക്കണമെന്നൊരു ചിന്ത. കാരണം ആളുകൾ മുഴുവൻ അവൻ്റെ പുറയിലാണ്. കർത്താവിൻ്റെ പുറയിലേക്ക് എല്ലാവരും ആയിപ്പോയി. ഇന്ന് പടയാളികളും കയ്യാപ്പാവും പീലാത്തോസും യഹൂദന്മാരൊക്കെ ദുഃഖിച്ചതുപോലെ ആ രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ആ രാജ്യത്ത് രാജാവിനേക്കാൾ കൂടുതൽ ജനസ്വാധീനമുള്ള ഒരു ദൈവഭക്തരുണ്ടെന്ന് അറിഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പരിശുദ്ധനായ ഫ്രാൻസിസ് അസീസി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ തെറ്റുപറ്റിയേക്കാം. വലിയ ദൈവഭക്തനാണ്, കുരിശിനെ വന്ദിക്കുന്നവനാണ്, ക്രിസ്തുവിൽ അഗാധമായ വിശ്വാസമുള്ള ആളാണ്, ക്രിസ്ത്യാനിയാണ്. അനേകം ആളുകൾ അദ്ദേഹത്തെ പിന്തുടരുന്നു, അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ നടത്തുന്നു എന്നൊക്കെ കേട്ടു. ഒരു തവണ രാജാവ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിക്കാൻ തീരുമാനിച്ചു. കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. രാജാവ് എന്ന് പണി ചെയ്തെന്നറിയാമോ? വലിയ ഗേറ്റ് അടച്ചിട്ടു, സബ് ഗേറ്റ് തുറന്നിട്ടു. അതിൽ കൂടെ മാത്രമേ അരമനയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അവിടെ അദ്ദേഹം മരം കൊണ്ടൊരു കുരിശുണ്ടാക്കി ആ നിലത്ത് വെച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ കുരിശിനെ ചവിട്ടാതെ കണ്ട് ഫ്രാൻസിസ് അസീസിക്ക് അല്ലെങ്കിൽ ഈ ഭക്തന് രാജമന്ദിരത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ അങ്കണത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. കുരിശിനെ വന്ദിക്കുന്ന ആളല്ലേ, അവൻ എന്ത് ചെയ്യുന്നറിയാലോ, അവൻ്റെ ഭക്തി നമുക്ക് എന്തുകൊണ്ടെന്ന് അറിയാലോ. അങ്ങനെ ഫ്രാൻസിസ് അസീസിയെ കുറ്റപ്പെടുത്തി കളിയാക്കാം എന്നാണ് ഈ രാജാവ് ഉദ്ദേശിച്ചത്. വിശുദ്ധൻ വന്നപ്പോൾ മെയിൻ ഗേറ്റ് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്, അതിനെ കിടക്കാൻ പറ്റില്ല. ഈ സബ് ഗേറ്റിൽ കൂടി മാത്രം കിടക്കാവൂ, ഒരാൾക്ക് കഴിച്ചാൽ കിടക്കാവൂ. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു മരം കൊണ്ട് കുരിശുണ്ടാക്കി വെച്ചേക്കാം. ആ കുരിശിനെ ചവിട്ടാതെ കണ്ട് അങ്ങനെ കിടക്കാൻ പറ്റില്ല. ഭക്തൻ അവിടെ നിന്ന് വയ്യെന്ന് ആലോചിച്ചു, ഇതെന്താ വേണ്ടത്. 1 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹത്തിന്
അദ്ദേഹം ആ കുരിശ് ചവിട്ടി തന്നെ രാജാങ്കണത്തിലേക്ക് പ്രവേശിച്ചു. രാജാവിൻ്റെ വീടിൻ്റെ അങ്കണത്തിലേക്ക്, കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലേക്ക് പ്രവേശിച്ചു. കൊട്ടാരത്തിൽ പ്രവേശിച്ചു. രാജാവ് യഥോവിധം സ്വീകരിച്ചു, ഇരുത്തി സൽക്കാരം കൊടുത്തു. എന്നാലും അദ്ദേഹം സ്വീകരിച്ചു എന്ന് വരത്തുള്ളൂ പ്രാചീന. അപ്പോൾ രാജാവ് ചോദിച്ചു, അങ്ങ് വലിയ ഭക്തരൊക്കെ എടുത്ത് കേട്ടിട്ടുണ്ട്, കുരിശിനെ വന്ദിക്കുന്ന ആളാണ്, ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവാണ് ദൈവം എന്നൊക്കെ പറയുന്നുണ്ട്. താങ്കൾ ആരാധിക്കുന്ന കുരിശിന് ചവിട്ടിയല്ലേ താങ്കൾ എൻ്റെ മന്ദിരത്തിൻ്റെ അങ്കണത്തിലേക്ക് പ്രവേശിച്ചത്, മുറ്റത്തേക്ക് പ്രവേശിച്ചതെന്ന് ചോദിച്ചു. ഉടനെ ഫ്രാൻസിസ് പറഞ്ഞു, ഞാൻ കുരിശിന് നിന്ദിച്ചിട്ടില്ല. ഞാൻ ചവിട്ടിയ കുരിശ് കള്ളന്മാരുടെ കുരിശാണ്, യേശുവിൻ്റെ കുരിശല്ല. ഞാൻ ചവിട്ടിയ കുരിശ് കള്ളന്മാരുടെ കുരിശാണ്, കള്ളൻ്റെ കുരിശാണ് ഞാൻ ചവിട്ടിയത്, യേശുവിൻ്റെ കുരിശിനെ ഞാൻ ചവിട്ടിയിട്ടില്ല. ഹെലനി രാജ്യം ചെയ്തത് തന്നെയാണ്. യഥാർത്ഥ കുരിശേതെന്ന് കാണണം, കർത്താവിനെ തൂക്കിയ കുരിശേതെന്നാണ്. അപ്പം കർത്താവിൻ്റെ പ്രതീകമായ ആ കുരിശ്, വേറെ കുരിശുകളൊക്കെ നമ്മുടെ പള്ളിയിൽ ഉപയോഗിക്കുന്ന സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ സന്ദർഭത്തിനനുസരിച്ച് നമ്മളത് പ്രയോഗിക്കണം. അന്നത്തെ ദിവസം ഗോകുൽത്താ പോലും കൈസാരഭാഷയിൽ മുത്താൻ പാടില്ലാത്ത ദിവസം ഈ ശ്രീബായെ നാം മുത്തുന്നത് കർത്താവിൻ്റെ പ്രതീകമാണ്. തന്നെയല്ല, ഹെലനി രാജി കർത്താവതിൽ തൂക്കി കിടക്കുന്നു എന്നാണ് കുരിശ് വന്ദിച്ചത്. അതുപോലെ ആ മരത്തെയല്ല നമ്മൾ വന്ദിക്കുന്നു, ആ മരക്കഷ്ണത്തെ അല്ല, ആ മരക്കഷ്ണത്തിൽ കർത്താവ് ക്രൂശിൽ തൂങ്ങി കിടക്കുന്നു എന്നതിനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ വന്ദിക്കുമ്പോൾ ആ കുരിശ് കർത്താവിൻ്റെ പ്രതീകമായിട്ട് മാറുന്നു. അതിന് നമ്മൾ മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നേരത്തെ തീർക്കുവാൻ വേണ്ടിയിട്ട് ആരെയും കുരിശുകൾ കൊണ്ടുവിടുന്നതിൽ അർത്ഥമില്ല. നേരത്തെ തീർക്കണമെങ്കിൽ കൊല്ലം അങ്ങനെയാണ്, കാലാവസ്ഥയെ പരിഗണിച്ചു നേരത്തെ തുടങ്ങണം. ഒരു 7 മണിക്ക് പ്രഭാത പ്രാർത്ഥന തുടങ്ങിയാൽ 1 മണിയാകുമ്പോഴേക്കും എല്ലാ പ്രാർത്ഥനകളും തയ്ക്കാം, എല്ലാ പ്രമേയനും വായിക്കാം, എല്ലാ ഏവൻഗേലിനും വായിക്കാം, ശ്ലീബാവന്ദനം എല്ലാം ആ ക്രമത്തിൽ നടത്താം. 10 മിനിറ്റ് പ്രസംഗിക്കുകയും ചെയ്യാം. ആ 10 മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഇരിക്കുക, അപ്പോൾ മാത്രം മതി വിശ്രമം. ആ പറമ്പ് പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഒക്കെ അങ്ങനെയാണ് ക്രമീകരണം ചെയ്തിരുന്നു. ഞാനും പോയിരുന്നു. ബഹുമാനപ്പെട്ട ഗീവർഗീസ് മണ്ണാറമ്പലച്ഛന്, ജോർജ് അരിമ്പൂരച്ഛന്, ഞാനും ഉണ്ടായിരുന്നു. ഞാനിത്തിരി വയ്യ പോയത് അസുഖം കാരണം, പക്ഷേ എല്ലാ ക്രമത്തിൽ നടത്തി 12:45 പിതാക്കന്മാരുടെ കൽപ്പന അനുസരിച്ച് തന്നെ 12:45 ശുശ്രൂഷകൾ തീർന്നു. കയ്പി നീര് കുടിച്ചു, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. കൃത്യം 1 മണിക്ക് കഞ്ഞി കുടിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ എത്ര തിരക്ക് വന്നാലും പ്രത്യേകമായ കുരിശാണല്ല കുരിശെങ്കിലും അന്നത്തെ ദിവസം ആ കർമ്മങ്ങൾ നടത്തുന്ന ശ്രീബായെ മാത്രമേ നമ്മൾ വന്ദിക്കാവൂ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.